നമസ്കാരം. ജീവിതം സുന്ദരമായ ഒരു അനുഭൂതിയാണ്, ഈശ്വരന്റെ വരദാനമാണ്. എന്നാൽ ഇന്നും വിടർന്നു പരിലസിക്കേണ്ട ഈ സുന്ദര പുഷ്പം ഒട്ടു നിറം മങ്ങിയും സുഗന്ധം നഷ്ടപ്പെട്ട് നിർജീവമായും കാണപ്പെടുന്നില്ലേ? ജീവിതത്തെ നിറം പിടിപ്പിക്കാൻ, ജീവസുറ്റതാക്കി മാറ്റാൻ ജ്ഞാനജലം കൂടിയേ തീരൂ. പ്രിയപ്പെട്ടവരെ, നാം ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ തേടിയുള്ള യാത്ര. ജീവിതത്തെ സുന്ദരമായ ഒരു അനുഭവമാക്കി മാറ്റുക എന്നതും ഒരു കലയാണ്. നാം ഓരോരുത്തരും അവശ്യം പഠിച്ചിരിക്കേണ്ട ഈ കലയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പുതിയ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. ആത്മപ്രകാശത്തെ ജ്വലിപ്പിക്കുന്ന ജ്ഞാനാമൃതധാര എന്ന ഈ പരമ്പരയിലൂടെ നിരവധി ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടും. ആത്മീയ ജ്ഞാനത്തിന്റെ അനന്തസാഗരത്തിലേക്ക് നമുക്കിറങ്ങിച്ചെല്ലാം. ജ്ഞാനം അമൃതിന് തുല്യം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനത്തെ അമൃതുമായി താരതമ്യപ്പെടുത്താൻ എന്താണ് കാരണം? പണ്ട് നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്, അമൃത് കുടിച്ച് അമരത്വം നേടിയത്. ദേവന്മാർക്ക് ജരാനര ബാധിച്ചപ്പോൾ ആ ജരാനരയിൽ നിന്ന് മുക്തമാകുന്നതിന് അമൃത് എന്ന ദിവ്യപാനീയം ആവശ്യമായിട്ട് വന്നു. ആ ദിവ്യപാനീയത്താൽ ദേവന്മാരുടെ ജരാനര മാറി അമരത്വം വീണ്ടു കിട്ടി എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ജ്ഞാനത്തെ അമൃതെന്ന് പറയണമെങ്കിൽ അവശ്യം ജ്ഞാനമാകുന്ന അമൃതിലൂടെ മനുഷ്യൻ്റെ മനസ്സിന് അഥവാ ജീവിതത്തിനും അമരത്വം നേടാൻ അവശ്യം കഴിയുന്നുണ്ട്. ശാരീരിക രീതിയിൽ നിന്ന് നമ്മൾ നോക്കിക്കോളൂ. നമ്മുടെ ശരീരത്തിന് ജരാനര ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ സയൻസ് നമുക്ക് ഇഷ്ടം പോലെ സാമഗ്രികൾ തയ്യാറാക്കി തന്നിട്ടുണ്ട്, അല്ലേ? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇന്ന് നമുക്കെല്ലാവർക്കും ജരാനരയ്ക്കുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ കലിയുഗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും നര ബാധിക്കുന്നുണ്ടല്ലോ. ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായം എത്തുന്നതിന് മുമ്പേ നര ബാധിക്കുന്നുണ്ട്, അല്ലേ? ചെറിയ കുട്ടികൾ, യങ്സ്റ്റേഴ്സ് എല്ലാവരുടെയും മുടി നരച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? പക്ഷേ ഇന്ന് ആർക്കും വിഷമില്ല മുടി നരച്ചാലും. എന്തുകൊണ്ട്? നല്ല ഇഷ്ടം പോലെ ഡൈ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ നരയെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിഹാരവും നമ്മുടെ പക്കലുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട്, ചെറിയ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബ്യൂട്ടി പാർലറുണ്ട്, അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ബ്യൂട്ടി പാർലറുണ്ട്, ജെൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ബ്യൂട്ടി പാർലേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിന് ബാധിക്കുന്ന ജരയും നരയും എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സയൻസിൻ്റെ ലോകം, ശാസ്ത്രത്തിൻ്റെ ടെക്നോളജി, അഡ്വാൻസ്ഡ് ടെക്നോളജികൾ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ, സാമഗ്രികൾ പ്രദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതുപയോഗിച്ച് നമ്മൾ ശാരീരികമായ മേക്കപ്പ്, ശരീരത്തിൻ്റെതായ ഈ ഏറ്റക്കുറച്ചിലുകളെ പരിഹരിക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട്. മാത്രമല്ല, പ്ലാസ്റ്റിക് സർജറി എല്ലാം വന്നതോടുകൂടിയിട്ട് ഇന്ന് എത്ര വയസ്സ്, 90 വയസ്സുകാരനെ നമുക്ക് 19 വയസ്സുകാരനാക്കി മാറ്റാൻ വളരെ ഈസി ആയിട്ട് കഴിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയണത് പുരോഗതിയാണ്, അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരി തന്നെയാണ്. സയൻസ് ഇങ്ങനെയുള്ള ധാരാളം സാമഗ്രികൾ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ശരീരത്തിന് മാത്രമാണോ ജരയും നരയും? ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ മനസ്സിന് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ജരയും നരയേക്കാളും ഏറ്റവും കൂടുതൽ ശരിക്കും മനുഷ്യൻ്റെ മനസ്സുകൾ ജരാനര ബാധിച്ച അവസ്ഥയിലല്ലേ? ആ മുരടിച്ച മനസ്സ്, വളരെ സങ്കുചിതമായ മനോഭാവം, അല്ലേ? അശാന്തമായ മനസ്സ്, അസ്വസ്ഥമായ മനസ്സ്, വളരെയധികം പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ മനസ്സ്, അങ്ങനെ ഒരു മനസ്സ് അസൂയയുടെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, പകരം വീട്ടലിൻ്റെ, അല്ലേ?
കുശുമ്പും കുന്നായ്മയും എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം അഴുക്കുകൾ, അശുദ്ധികൾ, മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നീക്കം ചെയ്യാൻ, ഈ ജരാനരയിൽ നിന്ന് നമ്മളെ മുക്തമാക്കാൻ നമ്മുടെ കയ്യിൽ ഇതിനുള്ള റെക്ടിഫിക്കേഷൻ എന്താണുള്ളത്? ഇതിൽ നിന്നുള്ളൊരു പരിഹാരം അഥവാ ഇതിൽ നിന്നുള്ളൊരു മുക്തി നമുക്കെപ്പോൾ ഉണ്ടാകും? അല്ലേ? മനസ്സിൻ്റെയും ബുദ്ധിയുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? ബുദ്ധി നോക്കിക്കോളൂ. സാധാരണ നമ്മൾ പറയാനുണ്ട് മനുഷ്യൻ ബുദ്ധി രാക്ഷസനായിട്ട് മാറി, അല്ലേ? ഇൻ്റലക്ച്വൽ ജയൻ്റ് എന്നാണ് നമ്മൾ പറയണം. ബുദ്ധി രാക്ഷസന്മാരായിട്ട് മാറി. ബുദ്ധിയുണ്ട്, പക്ഷെ അതിന് രാക്ഷസീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. എന്തുകൊണ്ട്? ബുദ്ധിക്ക് ദിവ്യത നഷ്ടപ്പെട്ടു, ഡിവിനിറ്റി പോയി, അല്ലേ? ബുദ്ധിക്ക് ശക്തിയില്ലേ? ബുദ്ധിയുടെ ശക്തി, ബുദ്ധിക്ക് ശക്തിയില്ലാത്തതിൻ്റെ തെളിവ് അഥവാ ബലഹീനതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന തെറ്റായ പ്രവൃത്തികളുടെ എല്ലാം പ്രധാന കാരണം. കാരണം നമ്മുടെ ബുദ്ധിക്ക് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയും. കാരണം ബുദ്ധിയാണ് തീരുമാനം എടുക്കുന്നത്. ജീവിതത്തിൻ്റെ ടേണിംഗ് എന്ന് പറയുന്നത് മാറ്റം മറിച്ചിലുകളുടെ പ്രധാന ഒരു കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ്. ബുദ്ധി എങ്ങനെയുള്ള ഡിസിഷൻ എടുക്കണോ അതിനനുസരിച്ചുള്ള വാക്കും കർമ്മവുമാണ് നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ബുദ്ധിക്ക് ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ ബുദ്ധിക്ക് ശക്തി വേണം, ബുദ്ധിക്ക് ദിവ്യത വേണം. ഡിവൈൻ ഇൻ്റലക്റ്റാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ഇൻ്റലക്ച്വൽ ജയൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം ഇങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെയാണ് ജ്ഞാനാമൃതിൻ്റെ, ജ്ഞാനമാകുന്ന അമൃതിൻ്റെ മഹത്വം. അതായത് നമുക്ക് ജീവിതത്തിൽ അമരത്വം ഉണ്ടാക്കിയെടുക്കാൻ, ജീവിതത്തിലെ അമരത്വാർത്ഥം ജീവിതത്തിനെ നമുക്ക് പച്ചപ്പുള്ളതാക്കി മാറ്റാൻ, മനസ്സിന് സുഖവും ശാന്തിയും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യാൻ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ അമൃത്, ഈശ്വരീയ ജ്ഞാനമാകുന്ന അമൃതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിന് നമ്മളെ സഹായിക്കുന്നത് ആധ്യാത്മിക ജ്ഞാനം തന്നെയാണ്. കാരണം ബാക്കി സയൻസിൻ്റെ ലോകം നമുക്ക് മറ്റ് സാമഗ്രികളെല്ലാം തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളും സാധനങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മനസ്സിന് വേണ്ടുന്ന സുഖം അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം, തൃപ്തി, അല്ലേ? ആ ഒരു സന്തുഷ്ടത, ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അഥവാ ജീവിതം ആനന്ദകരമാക്കി മാറ്റാൻ, ജീവിതത്തെ സന്തോഷദായകമാക്കി മാറ്റാൻ, മനഃശാന്തിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ ഈശ്വരീയ ജ്ഞാനമാകുന്ന അമൃതിൻ്റെ മഹത്വം അഥവാ ആവശ്യകത. എപ്പോൾ ജ്ഞാനത്തിൻ്റെ അമൃത് നമുക്ക് ലഭിക്കുന്നോ അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലെ വിഷത്തെ ഇല്ലാതാക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് പറയണേ ജ്ഞാനമാകുന്ന അമൃത് ഉള്ളിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷയെല്ലാം പുറത്തേക്ക് പോയിക്കോളും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള വിഷം അർത്ഥം വിഷസമാനമായ നമ്മുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും, അതിൽ നിന്നുള്ള ഒരു മുക്തിയാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത. ആ വിഷത്തെ പുറത്തേക്ക് കളയാൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്തെല്ലാം മാലിന്യങ്ങളുണ്ട് അത് തന്നെയാണ് വിഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കണേ. ആ വിഷത്തെ പുറത്തേക്ക് കളയാനും അതേപോലെ നമ്മുടെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മേർജ് രൂപത്തിലിരിക്കുന്ന നമ്മുടെ സ്വതസിദ്ധമായ നമ്മളുടെ തന്നെ ഡിവിനിറ്റിയെ, നമ്മളുടേതായ തന്നെ നന്മകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ അഥവാ അതിനെ മേർജ് ചെയ്യിക്കാൻ അവിടെയാണ് ജ്ഞാനമാകുന്ന അമൃതിൻ്റെ ആവശ്യകത. ശരീരത്തിൻ്റെ ജരാനരകൾ പരിഹരിക്കുവാനായി ഭൗതിക വിജ്ഞാനം നമ്മെ സഹായിക്കും. എന്നാൽ ആന്തരികമായ ജരാനരകൾ, അതായത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ദുർബലതകൾ പരിഹരിക്കപ്പെടുന്നത് ആത്മീയതയിലൂടെ മാത്രമാണ്. ശരിയായ ആത്മീയ വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴാണ് ആന്തരികമായ ഗുണങ്ങൾ വികാസം പ്രാപിച്ച് വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ഉയരുന്നത്. വരൂ, ഇനി നമുക്ക് ശരിയായ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കേൾക്കാം. സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ
സാധാരണ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ കോളേജ് തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും വളരെയധികം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പം ഇത്രയധികം അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ, അപ്പം ഞാൻ BSc പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ MSc കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് PG ഉണ്ട്, അല്ലെങ്കിൽ PhD ഉണ്ട്. ഇത്രയധികം അറിവുകൾ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമുള്ള എനിക്ക് ഇനി പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ സ്റ്റഡിയുടെ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്താണ്? പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്, പറയാറുമുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങി എത്ര ഡിഗ്രികൾ, എത്ര സർട്ടിഫിക്കറ്റുകൾ നമുക്കുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആധാരത്തിൽ നമുക്ക് എത്രത്തോളം ജോലിയും കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ അതിനുശേഷം നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ, നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പഠിച്ച ആ എഡ്യൂക്കേഷൻ, ആ വിദ്യാഭ്യാസവും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫും തമ്മിൽ നമുക്ക് എത്രത്തോളം ആ പഠിപ്പും നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ സിറ്റുവേഷനും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ, അതിനെ നമുക്ക് അതിജീവിച്ചുകൊണ്ടും ജീവിതത്തെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഓഫീസിൽ നമുക്ക് ജോലി കിട്ടി, പക്ഷേ ജോലി സ്ഥലത്ത് നമുക്ക് ബോസ് ഉണ്ടാവും, താഴെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, സമാനമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവരോടൊപ്പം നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത്, കോപ്പറേറ്റ് ചെയ്ത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫാമിലീസിലാണ്, കുടുംബ ബന്ധങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഫാമിലിയും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കും. നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഞാൻ അച്ഛനായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ടിരിക്കുക, എൻ്റെ ഫാമിലിയിൽ എന്താ നടന്നുകൊണ്ടിരിക്കണേ, നമുക്ക് ആരൊക്കെയാണോ നമ്മളുടെ ബന്ധുമിത്രാദികൾ, ആരോടൊപ്പമാണോ നമുക്ക് സമ്പർക്കത്തിൽ വരേണ്ടി വരണേ, അവരോടൊപ്പമുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും വളരെയധികം റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അല്ലേ? എന്നാൽ ചോദിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കുറവൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ കേരളീയരാണ്, നമുക്ക് വിദ്യാഭ്യാസം പറയാറില്ലേ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ ജീവിച്ചിരിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും, കേരളീയരാണല്ലോ. അപ്പോൾ ആ ലെവലിൽ, ഫോർമൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ്റെ കുറവ് നമുക്കാർക്കും ഇല്ലേ? എന്നിട്ടും നമുക്ക് എവിടെയാണ് കുറവ്? ആത്മഹത്യ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലല്ലേ നടക്കണേ? വിദ്യാഭ്യാസവും വിവരവും, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിവരം ഉണ്ടാകുമെന്ന് പറയുമായിരുന്നു പണ്ട്. അപ്പം ആ വിവരം ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. ഇങ്ങനെയുള്ള ആത്മഹത്യാ പ്രവണതയിലും നമ്മൾ നമ്പർ 1-ലാണ്. കള്ളുകുടിയുടെ കാര്യത്തിൽ നമ്മളാണ് നമ്പർ 1, അല്ലേ? മത്സ്യമാംസങ്ങൾ, നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കിയാലും നമ്മുടെ കേരളം മുന്നിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ നേടിയ വിദ്യാഭ്യാസം, അതിലൂടെ നമുക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കുണ്ടാകേണ്ട വിവരം അല്ലെങ്കിൽ വിവേകം, അത് നമ്മുടെ വ്യക്തിത്വത്തെ എങ്ങനെ ആക്കി തീർക്കണമായിരുന്നോ അതാക്കി തീർത്തിട്ടുണ്ടോ? നമ്മളോട് ചോദിച്ചു നോക്ക്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ സ്വാമി വിവേകാനന്ദ സ്വാമിജി വിദ്യാഭ്യാസത്തിന് നൽകിയ നിർവചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ അദ്ദേഹം പറഞ്ഞത്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവിനിറ്റി ഓൾറെഡി ഇൻ മാൻ. മനുഷ്യൻ്റെ ഉള്ളിൽ മുൻപേ കൂട്ടിയുള്ള സ്വതസിദ്ധമായ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദിവ്യതയെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയ എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂസ് എന്ന ശബ്ദത്തിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ള ശബ്ദം വന്നിരിക്കുന്നത്. അതിൽ എഡ്യൂസ് മീൻസ് ടു ബ്രിങ് ഔട്ട്, പുറത്തേക്ക് കൊണ്ടുവരിക. നമ്മളിന്ന് എന്താ ചെയ്യണേ? വിദ്യാഭ്യാസത്തിൽ പുറത്തുള്ളതിനെയൊക്കെ അകത്തേക്ക് കൊണ്ടുപോവുകയാണോ ചെയ്യണേ? നമ്മുടെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണോ ചെയ്യണേ? നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കറിയില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലേ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പേരമക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രമിക്കുന്നത് എന്തിനാണ്? പുറത്തുള്ളതെല്ലാം ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രക്രിയക്കല്ലേ ഇന്ന് നമ്മൾ വിദ്യാഭ്യാസത്തെ മാറ്റിയിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് മാർക്കുണ്ട്, റാങ്ക് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ജോലിയുണ്ട്, സാലറി ഉണ്ട്. പക്ഷേ ഈ സാലറി പാക്കേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡിഗ്രിയിൽ നിന്ന്, പദവികളിൽ നിന്ന് നമുക്കുണ്ടാകേണ്ട സാറ്റിസ്ഫാക്ഷൻ, നമുക്കുണ്ടാകേണ്ട സന്തോഷം, നമുക്കുണ്ടാകേണ്ട സുഖം,
അല്ലെങ്കിൽ ശാന്തി അല്ലെങ്കിൽ തൃപ്തി അത് നമുക്ക് എത്രത്തോളം ഉണ്ട്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം അതിന് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ പ്രക്രിയയിലൂടെ കടന്നു പോകണം. അതാണ് സ്വാമി വിവേകാനന്ദജി നമ്മളോട് പറഞ്ഞ് ആ ഡിവിനിറ്റി, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ദിവ്യതയെ പുറത്തു കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ പ്രക്രിയയാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ. അങ്ങനെയെങ്കിൽ ഈ ദിവ്യതയെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയ അത് ഇന്നത്തെ നമ്മുടെ കരിക്കുലത്തിലൂടെ, ഇന്നത്തെ നമ്മുടെ സിലബസിലൂടെ നടക്കുന്നില്ല എന്നുള്ള വാസ്തവികത നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ അത് ഏത് വിദ്യാഭ്യാസത്തിലൂടെയാണ് നടക്കണേ? അവിടെയാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ്റെ മഹത്വം. ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കോണ്ടാക്റ്റിൽ വന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതം, അതായത് എന്താ പറയുക, ജീവിതത്തെ പ്രതിയുള്ള ടോട്ടൽ കാഴ്ചപ്പാടിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം. അതുവരെ ലോകം അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ ഞാൻ എന്താണ്, എൻ്റെ ലൈഫ് എന്താണ്, ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് സ്കൂൾ കോളേജിൽ നിന്ന് പഠിച്ചതും, പക്ഷേ ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കോണ്ടാക്റ്റിൽ വന്നപ്പോൾ ഈ ആധ്യാത്മിക ഈ ജ്ഞാനാമൃതധാര എപ്പോൾ ലഭിക്കാൻ തുടങ്ങിയോ, ആ ജ്ഞാനാമൃതധാര ഉള്ളിലേക്ക് പോയ സമയത്ത്, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അമൃതിൽ ഉള്ളിലേക്ക് വന്ന സമയത്ത്, അഥവാ ഈ അമൃത് സ്വീകരിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ഇരുട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഫീലിങ്സാണ് എനിക്കുണ്ടായത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, തമസോമ ജ്യോതിർഗമയ. പ്രാക്ടിക്കലി ലൈഫിൽ എനിക്ക് തോന്നിയത് അതാണ്. ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ കാലാകാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ആ മറ, ഇരുട്ട്, അത് നീങ്ങുകയും വെളിച്ച ഉള്ളിലേക്ക് കടക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്ന് ഫസ്റ്റ് ഇവിടെ ഒരു 7 ദിവസത്തെ ഡെയിലി 1 മണിക്കൂർ വീതമുള്ള 7 ദിവസത്തെ പ്രാഥമിക ക്ലാസ്സുകളുണ്ട് പറഞ്ഞു. അതിനുശേഷം ഡെയിലി ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകൾ, ഇതിനെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ ലഭിച്ചു. അപ്പം ക്ലാസ് കേൾക്കാൻ പോയ ദിവസം, ഫസ്റ്റ് ഡേ ക്ലാസ് കേൾക്കുന്ന ദിവസം തന്നെ 1 മണിക്കൂർ അടിസ്ഥാന കോഴ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് കേട്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ, എൻ്റെ ഉള്ളിലുണ്ടായ ഫീലിംഗ് അതാണ്, ഇരുട്ടിൽ നിന്ന് ഞാൻ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യണം. അതാണ് ജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആ ഒരു ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോസസ്സിങ് അതാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് അതാണ്. നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ്. ആ വെളിച്ചം, പ്രകാശം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുകയാണ്. അങ്ങനെ ജീവിതത്തിൽ വെളിച്ചം എനിക്ക് ലഭിച്ചപ്പോഴാണ് എനിക്കും ഫീൽ ആയത്, ഈ വെളിച്ചം കൊണ്ട് നമുക്കൊരാളുടെ ഉള്ളിലെ ഇരുട്ട് മാത്രമല്ല, കാരണം ഒരു ദീപത്തിന് സ്വയം പ്രകാശിക്കാനും കഴിയും, ചുറ്റുമുള്ള അന്ധകാരത്തെ മാറ്റിയെടുക്കാനും കഴിയും. അതേപോലെ നമുക്കൊരാൾക്ക് ഈ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ വെളിച്ചം, ജ്ഞാനത്തിൻ്റെ പ്രകാശം ലഭിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ഒരാളുടെ മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വെളിച്ചം എനിക്ക് ചുറ്റുമുള്ള ഇരുട്ടിനെ മാറ്റാൻ സഹായിക്കും. അതെൻ്റെ കുടുംബം, ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നു, ഞാൻ എവിടെ താമസിക്കുന്നു, ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു, ഞാൻ ഏതെല്ലാം കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നു, ഞാൻ ആരോടെല്ലാം ഒപ്പം സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുന്നു, എൻ്റെ A to Z കർമ്മങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനായിട്ട് ഈ ആധ്യാത്മിക ജ്ഞാനത്തിന് മാറാൻ കഴിയും. അഥവാ ഈ ആധ്യാത്മിക ജ്ഞാനമാകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയും. ആ ഒരു വിവേകമാണ് ഇതിൽ നിന്ന് ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ സാധാരണ രീതിയിൽ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കണം, നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ആധ്യാത്മികത വേറെ, നമ്മുടെ ഭൗതിക ജീവിതം വേറെ. ആധ്യാത്മികത ഒരു കൂട്ടർക്കുള്ളതാണ്, ഭൗതികത മറ്റൊരു കൂട്ടർക്കുള്ളതാണ്. അതുകൊണ്ട് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, രണ്ടും പാരലായിട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസ പ്രമാണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തെറ്റായ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈ ജ്ഞാനാമൃതധാര നമ്മളെ സഹായിക്കും അവശ്യം. എന്തുകൊണ്ടെന്നാൽ ഈ ജ്ഞാനാമൃതധാര നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും സ്രോതസ് സ്വയം സർവശക്തിവാൻ ജ്ഞാനത്തിൻ്റെ സാഗരനായ പരമാത്മാ, ആ നോളജ് ഫുള്ളായിട്ടുള്ള അറിവിൻ്റെ സാഗരനായ സർവശക്തിവാനിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ, തെറ്റായ വിശ്വാസ പ്രമാണങ്ങളെ
മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, എന്തെല്ലാം ആധ്യാത്മികതയെ പ്രതി, നമ്മളെ പ്രതി, നമ്മുടെ ജീവിതത്തെ പ്രതി ഉണ്ടോ, അതിനൊരു പരിവർത്തനം കൊണ്ടുവരാൻ അവശ്യം ഈ ജ്ഞാനാമൃതധാര നമ്മളെ സഹായിക്കും. ജ്ഞാനാമൃതധാരയിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതധാര വളരെ സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാൻ കഴിയും എന്ന ശുഭസങ്കല്പത്തോടെ ഓം ശാന്തി. വിദ്യാഭ്യാസം എന്നാൽ ബാഹ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആന്തരിക മൂല്യങ്ങളെ ഉണർത്തി വാക്കുകളിലൂടെയും കർമ്മങ്ങളിലൂടെയും പുറത്തേക്ക് പ്രവഹിപ്പിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. ശരിയായ ആത്മവിദ്യയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനാകും. വരൂ, ഇനി നമുക്ക് ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ ദർശനങ്ങളാകുന്ന ദന്തഗോപുരത്തിൽ നിന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രയോഗശാലയിലേക്ക് ഇറങ്ങാം. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയതിന് ശേഷം എനിക്കെൻ്റെ ജീവിതത്തിൽ, അതായത് എൻ്റെ കർമ്മമണ്ഡലത്തിൽ, എൻ്റെ ഭൗതിക ജീവിതത്തിനോടൊപ്പം ആധ്യാത്മികതയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും, ബാലൻസ് ചെയ്ത് നമുക്ക് എങ്ങനെ പോകാൻ കഴിയും, രണ്ടും ഒപ്പത്തിനൊപ്പം നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. അപ്പം അതിന് നമുക്ക് അഭ്യാസം ആവശ്യമുണ്ട്, അറിവ് ആവശ്യമുണ്ട്. അറിവും അഭ്യാസവും കൂടി ചേരുമ്പോൾ നമുക്കിത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതായത് ആധ്യാത്മികത എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൗതിക കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഇന്നത്തെ ദിനചര്യയിൽ, ഇന്നത്തെ പ്രത്യേകിച്ച് കലിയുഗത്തിൻ്റെ ഈ പീരീഡിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാത്രി നമ്മൾ വൈകി ഉറങ്ങുക, രാവിലെ വൈകി എഴുന്നേൽക്കുക, ഇതാണല്ലോ നമ്മുടെ ഒരു ശീലം. പക്ഷേ ആധ്യാത്മിക ജീവിത ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇത്രയും ചേഞ്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും. രാത്രി നേരത്തെ ഉറങ്ങാൻ കഴിയും, രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. ഈ രീതിയിലുള്ള ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ആലോചിക്കുക, അതിനെനിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആധ്യാത്മികത എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. അത്രേ വേണ്ടൂ, ചേഞ്ചസ് അത്രേ ഉള്ളൂ. അതിനല്ലാതെ നമുക്ക് വീട് വിടുകയോ കർമ്മം ഉപേക്ഷിക്കുകയോ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കേവലം ചേഞ്ചസ് നമുക്ക് എവിടെയാണോ നമ്മൾ തെറ്റായ ക്രമത്തിൽ സഞ്ചരിച്ച് അതിൽ നിന്ന് ശരിയിലേക്കുള്ള മടക്കയാത്ര, ജസ്റ്റ് ആ ഒരു കറക്ഷൻ മാത്രമേ നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അതായത് ഫൗണ്ടേഷനിൽ എന്താണോ വേണ്ടത് ആ ഫൗണ്ടേഷനെ പക്കയാക്കിക്കൊണ്ട് ബിൽഡിംഗ് കിട്ടുക. സാധാരണ നമ്മൾ പറയില്ലേ, ഒരു ബിൽഡിംഗ് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഫൗണ്ടേഷൻ പക്കയാക്കും. അതുപോലെ ലൈഫിൻ്റെ ഫൗണ്ടേഷനാണ് സ്പിരിച്വാലിറ്റി. ആ ഫൗണ്ടേഷനിൽ നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന ബിൽഡിങ് ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതമാകുന്ന ബിൽഡിങ് ഏത് തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാലും, എത്ര കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും, ഏത് തരത്തിലുള്ള നമ്മളെ ഇളക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും, അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ വരുമ്പോഴും നമുക്ക് ഒരു ബാലൻസിങ്ങിൽ, ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് എല്ലാവരുടെ ഉള്ളിലും നമ്മൾ ഓരോരുത്തരും ആ ഒരു സങ്കല്പം എടുക്കണം. എനിക്ക് ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും കൂടി ബാലൻസിങ്ങിൽ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു ദൃഢവിശ്വാസം ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ആ ഫെയ്ത്ത് പിന്നീട് വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം വേണ്ടത് ആ ശുഭസങ്കല്പമാണ്, പോസിറ്റീവ് തോട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇതാണ് പ്ലാറ്റ്ഫോം. ആധ്യാത്മികതയാണ് ഫൗണ്ടേഷൻ ലൈഫിൻ്റെ. ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതമാകുന്ന ബിൽഡിങ്ങിനെ ഞാൻ പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും. അവിടെയാണ് ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കും. മെഡിറ്റേഷൻ നമുക്ക് ആ ബലം നൽകും. അതായത് ഈ ഫൗണ്ടേഷൻ എങ്ങനെ പക്കയാക്കണം. കാരണം ഫൗണ്ടേഷനിൽ എന്തൊക്കെ ഇടണം നമുക്ക് അറിയണമല്ലോ. ബിൽഡിംഗ് കെട്ടുമ്പോൾ തന്നെ അളവിന് ഫൗണ്ടേഷനിൽ വേണ്ടുന്ന സാധനങ്ങൾ അളവിന് പാകപ്പെടുത്തി സെറ്റ് ചെയ്താലേ ഫൗണ്ടേഷൻ സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ആധ്യാത്മികത ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാക്കി മാറ്റണമെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കണം. ആധ്യാത്മികത എൻ്റെ ലൈഫിൻ്റെ ഫൗണ്ടേഷനാക്കി മാറ്റണമെങ്കിൽ ആ ഫൗണ്ടേഷനിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം, മിക്സ്ചേഴ്സ്, ഓരോന്നിൻ്റെ അളവ് എന്തായിരിക്കണം, അത് പാകപ്പെടുത്തി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ഫൗണ്ടേഷൻ പക്കയാകുന്നത്, അല്ലേ? അപ്പം അതിന് നമ്മളെ സഹായിക്കും ആധ്യാത്മിക ജ്ഞാനവും ഒപ്പം തന്നെ മെഡിറ്റേഷൻ, ധ്യാനം. ഇവ രണ്ടും ഒപ്പം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിയണം. അപ്പോൾ മാത്രമേ
നമുക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ കഴിയും. അങ്ങനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ ഉടമസ്ഥരായിട്ട് നമുക്ക് ഏവർക്കും മാറാൻ കഴിയും. ഓം ശാന്തി. മനുഷ്യനെ ശ്രേഷ്ഠനാക്കുവാൻ ഭഗവാൻ നൽകുന്ന ശ്രേഷ്ഠമായ നിർദ്ദേശങ്ങളാണ് ശ്രീമതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഭഗവാൻ ഇന്നു നൽകുന്ന ശ്രീമതം എന്തെന്ന് നോക്കാം. ഇനി ബ്രഹ്മകുമാരീസിൽ നിന്നും ആത്മീയ വിദ്യ അഭ്യസിക്കുന്ന ചിലരുടെ അനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിതേമാതിരി ഒരു ആർമി സർവീസിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആർമി സർവീസിലിരിക്കുന്ന സമയത്ത് അവിടുത്തേതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ സ്വഭാവവും ഇവിടെ പെൻഷൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ആ കുടുംബത്തിൻ്റേതായിട്ടുള്ള ചുറ്റുപാടും നമ്മളുടെ ഡിസിപ്ലിനും അതും കൂടി രണ്ടും കൂടി യോജിച്ച് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ മെഡിറ്റേഷൻ പഠിക്കുന്നതിനുള്ളൊരു സാഹചര്യം കിട്ടി. അത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് മറ്റുള്ളവരുടെ സ്വഭാവത്തിന് എങ്ങനെ അനുയോജ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു രീതി നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സന്തോഷമായിട്ട് കുടുംബത്തിലിരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും അത് അഭ്യസിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കർമ്മത്തിനെ പറ്റിയിട്ട് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിൽ വന്ന ശേഷം നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഇപ്പോൾ കൂടുതൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ മെഡിറ്റേഷൻ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ദുഷ്ചിന്തകൾ അല്ലെങ്കിൽ പലതരം ചിന്തകളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. വളരെ ദുഃഖിതനെന്നതിനേക്കാളും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതില്ലാതാക്കാൻ, അതിനൊരു മാർഗം കണ്ടെത്താൻ അങ്ങനെ ശ്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കൂട്ടുകാരൻ്റെ വഴിയിലൂടെയാണ് ഞാൻ ഇതിലേക്ക് മെഡിറ്റേഷൻ ഫീൽഡിലേക്ക് വരാൻ കാരണം. തുടക്കം തന്നെ വളരെ പതുക്കെ ആയിരുന്നു. പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചത് ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ഒരാഴ്ച സമയം കൊടുത്തു, പിന്നെ ഒരു മാസം സമയം കൊടുത്തു, പിന്നെ 3 മാസം, പിന്നെ 6 മാസം. പിന്നീട് എനിക്കത് നല്ലൊരു ഉപാധിയാണ്. ഇതെല്ലാം ഒഴിവാക്കാനും ഒരു നല്ല ജീവിതം, ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് നയിക്കുവാനും ഉന്നതമായ ജീവിതം കൈവരിക്കാനുമുള്ള ഒരു ശ്രേഷ്ഠമായ മാർഗമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എനിക്കിതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ജീവിതത്തെ മുഴുവൻ ധ്യാനമാക്കി മാറ്റി ശ്രേഷ്ഠതയിലേക്ക് പരിവർത്തനപ്പെടുത്താനുള്ള മാനവന്റെ അന്തർലീനമായ കഴിവിനെ ഉണർത്തുകയാണ് ജ്ഞാനാമൃതധാര. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുകൊള്ളുക. ധ്യാനത്തെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളും തിരിച്ചറിവുകളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com.